രണ്ടുപേരും ഈ 2 ദിവസവും ഈ പൂരനഗരിയിൽ നമുക്കൊപ്പം ഉണ്ടാകും. പൂരത്തിന്റെ ആവേശവും കാഴ്ചകളുമെല്ലാം അണമുറിയാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത്തവണത്തെ പൂരം വെടിക്കെട്ട് അമ്പരപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. സാമ്പിൾ വെടിക്കെട്ട് തന്നെ ഗംഭീരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മുൻ മന്ത്രി കൂടിയായ വി.എസ്. സുനിൽകുമാർ കൂടി എത്തുന്നു. ഇത്തവണ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഗംഭീരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞാല് അതൊരു 1.5 വെടിക്കെട്ടായിരുന്നു. ശരിക്കും സാമ്പിൾ എങ്ങനെയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മാത്രം മതി. ശരിക്കും വെടിക്കെട്ടിനോടാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയുണ്ടോ? എനിക്ക് വെടിക്കെട്ട് ഇഷ്ടമാണ്. വെടിക്കെട്ടില്ലെങ്കിൽ പൂരമില്ലല്ലോ. അതിനേക്കാളും ഇഷ്ടം മേളാണ്. അതില് പ്രത്യേകിച്ച് നമ്മുടെ മഠത്തിൽ വരവിലെ പഞ്ചവാദ്യം, ഇവിടുത്തെ എലിഞ്ഞിത്ര മേളവും, പിന്നെ ചെമ്പട അധികം നമുക്ക് നിന്ന് കാണാൻ പറ്റാറില്ല. കാരണം അത് ഉച്ചയ്ക്ക് 12 മണി നേരത്തിന്. ആ സമയത്ത് ഈ 2 പരിപാടി മറ്റേ ഇവിടുത്തെ മഠത്തിൽ വരവ് കാണേണ്ടി വരുന്നുണ്ട് അധികം. എന്നാലും ഈ 3 മേളങ്ങളും കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു സിംഫണിയാണ്. സുനിലേട്ടൻ അതാണ് പറയുന്നത്. നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മതി വരില്ല. അത്രത്തോളം ആവേശവും ആരവവും അനുഭവങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ മനുഷ്യരെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. തൃശൂർ പൂരത്തിന് റിട്ടയർമെന്റ് ഇല്ലെന്ന ഐ.എം. വിജയൻ പറഞ്ഞു. തൃശൂർകാരുടെ അഹങ്കാരമാണ് പൂരമെന്നും ഐ.എം. വിജയൻ പറഞ്ഞു. ഈ വർഷം റിട്ടയർമെന്റ് ഇനി 1 വർഷം കൂടെ ഉള്ളു. അതിനിടയ്ക്ക് പക്ഷെ ഇതിനൊന്നും ഒരു വിരാമം ഉണ്ടാവില്ല എന്തായാലും. ഇതിന് റിട്ടയർമെന്റ് ഇല്ലല്ലോ. അത് പിന്നെ ഏജ് ആയവനെ റിട്ടയർഡ് ചെയ്യണ്ടേ? വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഇതിന് റിട്ടയർമെന്റ് ഇല്ലല്ലോ. ലൈഫ് ലോങ് ഇങ്ങനെ കിടക്കല്ല പൂരം. എത്ര പ്രായം തൊട്ട് ഇതിന്റെ ഒരു ആവേശം കയറിയിട്ടുണ്ട്? ചെറുപ്പത്തിലേ വരാറുണ്ട്. വീട് തൊട്ടപ്പുറം നടന്നു വരാന്നുള്ള ദൂരമുള്ളൂ. അപ്പൊ ചെറുപ്പത്തിലെ അമ്മരെ കൂടെ ഒക്കെ വരാറുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞത് പേരക്കുട്ടീനെ കൊണ്ട് അവരൊക്കെ ഒരു തൃശ്ശൂര് വലിയൊരു അഹങ്കാര സംഭവമല്ലേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. അത് വലിയൊരു ഭാഗ്യനഗര. പുറത്തുനിന്ന് ഇന്ത്യയിലെ പുറത്തുനിന്നുള്ള ആൾക്കാരും എന്റെ ഫ്രണ്ട്സിന് ദുബായിൽ നിന്ന് കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവരവിടെ റൂം എടുത്ത് വെക്കുന്ന നാളെ തൊട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറും. നമ്മളെ മെയിനായിട്ട് നമ്മള് എല്ലാ പൂരത്തിനും പോകും. എന്നാ ചെറിയൊരു പൂരത്തിൽ എല്ലായിടത്തും പോകും. പിന്നെ മഠത്തിൽ വരെ അതിന്റെ ഇടയിൽ നോക്കും. പിന്നെ എലിഞ്ഞിത്ര മേളം മെയിൻ അതിന്റെ ഉള്ളിൽ നിന്ന് പൊളി തന്നെ പൊളി.